അനേകർ വളരെയധികം പ്രാർത്ഥിക്കുകയും ഒത്തിരി നന്മകൾ ചെയ്യുകയും ഒത്തിരി ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അനേകരുണ്ട്. ഈശോയെ വളരെ സ്നേഹിക്കുകയും വളരെ തീക്ഷ്ണമായിട്ട് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന അനേകരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു നല്ലൊരു ശതമാനം മനുഷ്യർ ഇപ്പോഴും ആത്മീയമായിട്ട് വളരാതെ അവരായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ജ്ഞാനതൃഷ്ണ ഇല്ലാത്തത് കൊണ്ടാണ്. ജ്ഞാനതൃഷ്ണ എന്താണ്? ജ്ഞാനതൃഷ്ണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം, അതാണ് ജ്ഞാനതൃഷ്ണ ലളിതമായിട്ട് പറഞ്ഞാൽ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിഗൂഢമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ സ്വർഗത്തിലെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനുള്ള ആഗ്രഹം, അതിനുവേണ്ടിയുള്ള ദാഹം, ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹമുള്ള മനുഷ്യർ വളരെ അപൂർവമാണ്. അതായത് ജ്ഞാനതൃഷ്ണയുള്ള മനുഷ്യർ വളരെ അപൂർവമാണ്. അപ്പോൾ ജ്ഞാനതൃഷ്ണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് വളരാനും സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവരൊക്കെ എന്തുമാത്രം ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചിരുന്ന മനുഷ്യരാണെന്ന് നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് അമ്മ ത്രേസ്യയുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, അമ്മ ത്രേസ്യയൊക്കെ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചിരുന്ന വിശുദ്ധയാണ്. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ വഴി ഒത്തിരി ആത്മീയ രംഗത്തെ അല്ലെങ്കിൽ ക്രിസ്തീയ ആത്മീയ രംഗത്ത് അമൂല്യമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭിച്ചത്, ഒത്തിരി നിഗൂഢമായിട്ടുള്ള അറിവുകളൊക്കെ നമുക്ക് ലഭിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിലും ഈ ജ്ഞാനതൃഷ്ണ ഉള്ള ആളുകൾ വളരെ അപൂർവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയമായിട്ടുള്ള മേഖലകൾ വളരെ ശുഷ്കിച്ചു പോകുന്നത്. അപ്പോൾ ആരൊക്കെ ജ്ഞാനതൃഷ്ണയോടുകൂടി ഈശോയുടെ ദൈവിക ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നോ, അവർക്കെല്ലാം ഈശോ ഈ ദൈവിക ജ്ഞാനം അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിൻ്റെ ആ ഭണ്ഡാരം തുറന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ മിസ്റ്റിക്കുകളൊക്കെ അല്ലെങ്കിൽ ഈ പ്രവചനങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ പ്രവചനങ്ങളൊക്കെ ലഭിക്കുന്ന മനുഷ്യർ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ വലിയ ജ്ഞാനതൃഷ്ണയുള്ളവരാണ്. അതായത് ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാനും നിഗൂഢതകളൊക്കെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരാണ്. അവരതിനുവേണ്ടി കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം നിരന്തരം വായിക്കുന്ന മനുഷ്യരാണ് അവർ. അപ്പോൾ ആരാണെങ്കിലും നിങ്ങൾ ജ്ഞാനതൃഷ്ണയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ കൂടുതലായിട്ട് ബൈബിൾ വായിച്ചാൽ മതി. ദൈവവചനം നിരന്തരം വായിക്കുമ്പോൾ അതിൽ നിന്നാണ് നമുക്ക് പുതിയ പുതിയ ആത്മീയ അറിവുകൾ ഈശോ പകർന്നു നൽകുന്നത്. അങ്ങനെയാണ് സ്വർഗത്തിലെ നിഗൂഢമായിട്ടുള്ള അറിവുകൾ ഈശോ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 51 അധ്യായം 19 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു, ഞാൻ നിഷ്ഠയോടെ പെരുമാറി, ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു. ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു, ഞാൻ നിഷ്ഠയോടെ പെരുമാറി എന്ന് പറഞ്ഞാൽ, ആ ജ്ഞാനത്തിനു വേണ്ടി അതിയായി ദാഹിക്കുന്നവർ വളരെയധികം ഈ ദൈവവചനം വായിക്കും തോറും കൂടുതൽ വായിക്കാനായിട്ട് ആഗ്രഹിക്കും, അല്ലെങ്കിൽ കൂടുതൽ ആർത്തിയോടെ അവരത് വായിക്കും. തന്നെയുമല്ല, ഞാൻ നിഷ്ഠയോടെ പെരുമാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ കർശനമായിട്ട് അവർ പിന്തുടരുകയും പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളൊക്കെ വളരെ കർശനമായിട്ട് നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ഉപവാസം, പ്രാർത്ഥന, ഇതെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ ഇത് കേവലം ഒരു ഭൗതികമായിട്ടുള്ള ഒരു പ്രവൃത്തി മാത്രമല്ല, അതിന് മാത്രം ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്നു. അങ്ങനെയാണ് അവർ, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഞാൻ നിഷ്ഠയോടെ പെരുമാറി, ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു. അപ്പോൾ ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കും തോറും നമുക്ക് നമ്മുടെ അജ്ഞതയെക്കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് ഈശോയെക്കുറിച്ചുള്ള അറിവിൻ്റെ പരിമിതിയെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് ബോധ്യപ്പെടും. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ നിഗൂഢതകൾ ഒന്നും അറിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും സ്വർഗത്തിൻ്റെ നിഗൂഢതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഈശോയോട് നിരന്തരം ചോദിക്കും. അപ്പോഴങ്ങനെ ഈ ജ്ഞാനതൃഷ്ണ നമ്മളെ സത്യത്തിൽ വലിയ വിശുദ്ധരാക്കി മാറ്റും. ജ്ഞാനതൃഷ്ണയാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവവചനം നിരന്തരം വായിക്കുമ്പോൾ
അല്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് ജീവിക്കുമ്പോൾ നമ്മളെ മറ്റ് ലൗകികമായിട്ടുള്ള ചിന്തകളൊന്നും അധികമൊന്നും അലട്ടുകയില്ല. പ്രലോഭനങ്ങളോ ദുഷ്ചിന്തകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളൊന്നും നമ്മളെ കാര്യമായിട്ട് അലട്ടുകയില്ല. എപ്പോഴും നമ്മുടെ ചിന്തകൾ എപ്പോഴും സ്വർഗത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ജ്ഞാനതൃഷ്ണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജ്ഞാനതൃഷ്ണയോടെ നമ്മൾ ദൈവവചനം വായിക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാം. ഈ പ്രാർത്ഥനകൾ ചെല്ലുന്നതിനേക്കാൾ അല്ലെങ്കിൽ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ കുറച്ച് സമയം മതി ജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ പ്രാർത്ഥന മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ ജ്ഞാനതൃഷ്ണയുണ്ടെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതം വളരെ എളുപ്പമായിട്ട് കിട്ടും, അല്ലെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള എല്ലാവിധ ശക്തിയും അറിവും ഒക്കെ നമുക്ക് ഈ ജ്ഞാനതൃഷ്ണയിലൂടെ ഈശോ നമുക്ക് തരും.